മുനമ്പം നിവാസികളെ വഖഫ് ബോർഡിന്റെ നിയമപ്രകാരം ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്തയെ തുടർന്ന് ലത്തീൻ കത്തോലിക്ക സഭയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ആഹ്വാനത്തെ തുടർന്ന് സമാധാനപരമായ പ്രതിഷേധത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ലത്തീൻ കത്തോലിക്ക സമുദായവും അവരെ സപ്പോർട്ട് ചെയ്തു വന്ന ഇതര സാമൂഹിക സാമുദായിക മേഖലയിലുള്ള ജാതി മത വർഗ ഭേദ രാഷ്ട്രീയ എല്ലാവരും ഇതിൽ പങ്കെടുത്തു എന്നതാണ് ആശ്ചര്യകരം. ഇല്ലാത്തവന്റെ കൂടെ പ്രശ്നം ഉള്ളവരുടെ കൂടെ സഹായിക്കാൻ ഉരുമ്പിട്ടിറങ്ങിയ ഇവരെ പ്രശംസിക്കാതെ നിർത്തിയില്ല. മുനമ്പത്തെ വിഷയം നാടക ആവിഷ്കാരത്തിൽ അവതരിപ്പിച്ചും വിവിധ മത രാഷ്ട്രീയ നേതാക്കൾ മുനമ്പത്തെ നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടും സമ്മേളിച്ചത് മലയാളിയുടെ കേരളത്തിൻ്റെ അഭിമാനമാണ്. മലയാളിയുടെ ഐക്യതയാണ് ഇവിടെ ഊന്നി പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും മലയാളികളുടെ പ്രശ്നം ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമന്യേ ഒത്തുകൂടാൻ ഒരു മടിയുമില്ല എന്ന് തെളിയിക്കുന്നതാണ് കാഴ്ചകൾ. ഈ കാഴ്ചകൾ എന്നും മലയാളി എന്നതിൻ്റെ വ്യക്തതയാണ്. രാഷ്ട്രീയത്തിനും മതത്തിനും നിറത്തിനും ഭേദത്തിനും ഒക്കെ അപ്പുറം മലയാളി എന്ന വികാരത്തെ നമുക്ക് ഒത്തുപിടിക്കാം. ഇല്ലാത്തവരുടെ കൂടെ അടിച്ചമർത്തപ്പെടുന്നവരുടെ കൂടെ എപ്പോഴും മലയാളി, അതാണ് മലയാളി. ഞങ്ങൾ ഇവിടെയാണ്. ഈ സ്ഥലം ഞങ്ങളുടെ സ്ഥലം എങ്ങനെ പറയാനാണ്? ദൈവമേ, അതറിയണമെങ്കിൽ എറണാകുളത്തേക്ക് വാ, ചിറായിലേക്ക് വാ, മുനമ്പം എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് വാ. മഹാരാജാവ് 4404 ഏക്കർ സ്ഥലം സത്താർ സേട്ടുവിന് പാട്ടം കൊടുത്തു അത്രേ. അത് പിന്നീട് സിദ്ദിഖ് സേട്ടുവിനും ഒടുവിൽ കോഴിക്കോട് ഫാറൂഖ് കോളേജിനും കിട്ടിയത്രേ. ആ സ്ഥലമാണ് ചോര നീരാക്കി ഒഴുകിയ കാശ് കൊടുത്ത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ വാങ്ങിയത്. ഞങ്ങളുടേതല്ലെന്നോ? വഖഫിന്റെയാണ് പോലും. أشهد أن لا إله أشهد أن الله أكبر الله
ആചാര്യന്മാരെ, മറ്റ് പൊതുസമൂഹത്തിലുള്ള നേതാക്കന്മാരെ, മനുഷ്യൻ ആത്യന്തികമായി മണ്ണിൽ നിന്ന് വരികയും മണ്ണിൽ നിലനിൽക്കുകയും ഇതിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നതിനാൽ മണ്ണ് ജീവൻ അമ്മയാണ്. ജാതിമത ഭേദമന്യേ അനീതിയുടെയും കുടിയൊഴുപ്പിന്റെയും മുനമ്പത്ത് നിൽക്കുന്ന ജനതയ്ക്കായി ഐക്യദാർഢ്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ചങ്ങല തീർക്കുകയാണ് തലസ്ഥാന നഗരി എന്ന്. പ്രിയമുള്ളവരെ, ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നതിനായി കടന്നു വന്നിരിക്കുന്ന തിരുവനന്തപുരം അതിരൂപതയുടെ ആർച്ച് ബിഷപ്പും അമരക്കാരനുമായ മർദ്ദിത ജനതയുടെ, മത്സ്യത്തൊഴിലാളികളുടെ തളരാത്ത പോരാട്ട വീര്യത്തിന്റെ നേതൃസാക്ഷ്യവും അനന്തപുരിയുടെ ആത്മീയ ആചാര്യനുമായ പിതാവിനെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. മലങ്കര സഭയെ പ്രതിനിധീകരിച്ച് ആദരണീയനായ പോളിക്കാർപ്പ് തിരുമേനി നമ്മോട് കൂടിയുണ്ട്. വിദ്യാഭ്യാസ, സാമൂഹിക, ആത്മീയ മേഖലകളിൽ ശാന്തതയോടെ നിറഞ്ഞൊഴുകുന്ന തിരുമേനിയെ ഈ കൂട്ടായ്മയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മനുഷ്യാവകാശ പോരാട്ടത്തിലും രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലും ജനപക്ഷത്തു നിന്ന് മാനവികതയുടെ വ്യക്താവായി പ്രവർത്തിക്കുന്ന CPIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആദരണീയനായ ബിനോയ് ബിശ്വം അവരുകളെ എല്ലാവരുടെയും പേരിൽ സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. നിലപാടുകളും ബോധ്യങ്ങളും സുധീരം തുറന്നു പറയുകയും അതിനെ തന്റെ ജീവിതത്തിന് വില കൊടുക്കേണ്ടിയും വന്ന ആദർശധീരനായ KPCCയുടെ മുൻ അധ്യക്ഷൻ VM സുധീരൻ സാറിനെ സ്നേഹോഷ്മളമായ വരവേൽപ്പ്. ക്രൈസ്തവ മൂല്യങ്ങളിലും ധാർമ്മിക ബോധ്യത്തിലും ചുവടുറപ്പിച്ച് സമൂഹത്തിന്റെ അതിരുകളിൽ കഴിയുന്നവരുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായ നിലപാടുകളുടെ ജീവിതം തന്നെ പോരാട്ടമാക്കി മാറ്റിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ യൂജിൻ പെരേരയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സീറോ മലബാർ സഭയുടെ പ്രതിനിധിയും അനന്തപുരിയുടെ ആത്മീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഊർജ്ജസ്വലതയോടെ നിറഞ്ഞു നിൽക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട ജോസഫ് മോർലി അച്ഛനെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏകലവ്യ ആശ്രം അദ്ദേഹം എത്തിയിട്ടില്ലാന്ന് തോന്നുന്നു. എത്തുന്നതാണ്. ഇന്ന് ഇവിടെ വിഴിഞ്ഞം അവതാരകനും മുനമ്പൽ സമരത്തിനെ മുന്നിൽ നിന്ന് നയിക്കുകയും KRLCCയുടെ പ്രസിഡന്റുമായ ഫാദർ തോമസ് തറയിലിനെ എത്രയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കരുത്തനായ സാരഥിയും മത്സ്യത്തൊഴിലാളി നേതാവുമായ ശ്രീമാൻ ഭീമാപ്പള്ളി റഷീദിനെ ഒത്തിരിയേറെ സ്നേഹത്തോടെ ഈ മതേതര കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KLCWയുടെ ഊർജ്ജസ്വലയായ പ്രസിഡന്റ്, മുൻ കോർപ്പറേഷൻ വാർഡ് കൗൺസിലറുമായ പ്രിയ ജോളി പത്രോസിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ശ്രീ വർഗീസ് PP യുണൈറ്റഡ് ക്രിസ്ത്യൻ മൂവ്മെന്റിന്റെ തിരുവനന്തപുരത്തിന്റെ തിളക്കമാർന്ന മുഖവും CSI സഭാ അംഗവുമാണ്. പ്രിയ സഹോദരൻ വർഗീസ് സാറിനെ ഹൃദ്യമായ സ്വാഗതം. ആദരണീയരും മതേതരത്തിന്റെ വക്താക്കളും ജനപക്ഷത്തു നിന്ന് ധീരമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ധാരാളം പേര് ഇവിടെയുണ്ട്. അവരുടെ കുറച്ചുപേരെ മാത്രം ഞാൻ പേരെടുത്ത് സൂചിപ്പിക്കുകയാണ്. സാന്നിധ്യം കൊണ്ട് ഈ സമ്മേളനത്തെ സമ്പുഷ്ടമാക്കുന്ന റവറൻഡ് ഫാദർ മൈക്കിൾ തോമസ്, ഡയറക്ടർ ലേറ്റി മിനിസ്ട്രി ലാറ്റിൻ ആർച്ച്ഡയസസ്, റവറൻഡ് സിസ്റ്റർ ജൂഡി, വൈസ് പ്രസിഡന്റ് KRLCC, ശ്രീ പാട്രിക് മൈക്കിൾ, ഡയസസ് പ്രസിഡന്റ് KLC ട്രിവാൻഡ്രം,
റെജിമോൻ വർഗീസ്, പ്രസിഡന്റ് MCA ട്രിവാൻഡ്രം ആർച്ച്ഡയസസ്. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം. ബൈ ബൈ.